ഓരോ യാത്രയിലും ഈ പറഞ്ഞ പോലെ ആരെങ്കിലും കൂടാനും എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും എനിക്ക് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ, കണ്ടതിലൊക്കെ ഹാപ്പിയാണ്. എനിക്ക് നാട്ടിലല്ലാത്തതുകൊണ്ട് എന്തും ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടല്ലോ. സ്റ്റീം ബാത്ത്, സൺ ബാത്ത്, ബീച്ച് ബാത്ത്, പിന്നെ അത് കഴിഞ്ഞ് മഡ് ബാത്ത്. ഇവിടെ ഗംഭീര മഡ് ബാത്ത് കിട്ടും. നമുക്ക് ഗോവയിൽ വന്നു കഴിഞ്ഞാൽ പലതരം ബാത്തുകൾ എൻജോയ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഈ പറഞ്ഞ പോലെ മെയിനായിട്ട് സൺ ബാത്തിന് വേണ്ടിയാണ് ഇവിടെ നമ്മൾ പുറത്തുനിന്നുള്ള നാട്ടുകാർ വരുന്നത്. നമുക്കും ഇത് എടുക്കാവുന്നതാണ്. അതുകൂടാതെ ബീച്ചിൽ കുളിക്കുക എന്നുള്ളത് അതൊരു വേറൊരു രസമല്ലേ. അതിപ്പോൾ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ അങ്ങനെ ഈസിയായിട്ട് കുളിക്കാൻ പറ്റില്ല. ഗോവയിലാകുമ്പോഴത്തേക്കും കുഴപ്പമില്ലല്ലോ, അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൂ. നമുക്ക് നാട്ടിലല്ലാത്തതുകൊണ്ട് എന്തും ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടല്ലോ. എന്തും ചെയ്യാമെന്നില്ല, പക്ഷേ ഇങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആകാൻ പറ്റും. തുറച്ചു നോട്ടങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഫ്രീ ആയിട്ട് ബാത്ത് പോസിബിളാണ്. സൺ ബാത്ത്, ബീച്ച് ബാത്ത്, പിന്നെ അത് കഴിഞ്ഞ് മഡ് ബാത്ത്. ഇവിടെ ഗംഭീര മഡ് ബാത്ത് കിട്ടും. അത് നാച്ചുറലായിട്ടുള്ള ഇത് കിട്ടുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഇവിടെ അതിന് വേണ്ടി തന്നെ ഓരോരോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് റൈറ്റായിട്ടുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ഇത് കിട്ടും, പറ്റിക്കപ്പെടാതെ കറക്റ്റായിട്ട് പോയിട്ട് ചെയ്യാമെന്നുള്ളത്. അതും അടിപൊളിയാട്ടോ. കാരണം സ്കിന്നിന് നല്ല രീതിയിൽ ആ ടാൻ അടിച്ചൊക്കെ ഒന്ന് മാറി കിട്ടും, നല്ല ഗ്ലോ കിട്ടും, അടിപൊളിയാണ്. അപ്പോൾ ഈ ഇവിടുത്തെ മഡ് ബാത്ത് എന്നുള്ളത് ഞാൻ പറയില്ലേ, 2-3 രീതിയിൽ പറ്റും. ഒന്ന് ഇവിടെ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീറ്റ് ലേക്കിനടുത്തുള്ള മഡ് ബാത്താണ്. അത് നമുക്കവിടെ ഇവിടെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾ തന്നെ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു തരും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് എടുത്ത് ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ അല്ലെങ്കിൽ അവിടെ ചെയ്തു തരാൻ ആളുകളുണ്ട്. ഇത് രണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഗോവയിൽ വന്നിട്ട് എന്തായാലും ഒരു 2-3 ദിവസം സ്പെൻഡ് ചെയ്യുമല്ലോ. അത് കഴിഞ്ഞിട്ടാണല്ലോ ഓഫ് കോഴ്സ് നമ്മൾ തിരിച്ചു പോവുക. അപ്പോൾ ആ പോകുന്നതിന് മുന്നേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എങ്ങനെ പോയാലും ബീച്ച് ആയതുകൊണ്ട് ഉപ്പുകാറ്റും ഈ എന്താ പറയുക, നമ്മൾ ഇതിലേക്കൂടെ ഈ സൺ ബാത്തൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മളുടെയൊക്കെ ഒരു ബോഡിക്ക് ടാൻ ഏക്കൽ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് ഓക്കെ അല്ലല്ലോ. ഫോറിനേഴ്സിനെ സംബന്ധിച്ച് അവർ ടാൻ ഏക്കാൻ വേണ്ടി തന്നെയായിട്ടാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് എന്താ പറയുക, സൺ ബാത്ത് എടുക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ടൈമിൽ ഇപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു റിഫ്രഷ്മെൻറ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു നല്ല രീതിയിൽ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്ത് ഗോവയുടെ ഏറ്റവും എന്താ പറയുക, നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് എല്ലാ രീതിയിലും നമ്മളൊന്ന് റിഫ്രഷായി പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെയും കൂടെ മഡ് ബാത്തും കൂടെ എടുത്ത് പോയി കഴിഞ്ഞാൽ ബെസ്റ്റാണ്. ഇനി അതല്ലാന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1-2 മഡ് ബാത്ത് ചെയ്യുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അതും അടിപൊളിയാണ്. ഞാൻ ആക്ച്വലി അതിൻ്റെ വേറെയും വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ എന്താ പറയുക നേരെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്കത് സ്പെസിഫൈ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സെൻറ്റേഴ്സിൽ പോകാൻ പറ്റും. ക്യാൻവാസിങ്ങൊക്കെ ആളുണ്ടാവും. അങ്ങനെയൊക്കെ പോയി പറ്റിക്കപ്പെടാതിരിക്കാനും കൂടി നിങ്ങൾ ശ്രമിക്കണം. കാരണം പലപ്പോഴും നമ്മളൊരു സ്ഥലത്തിനെക്കുറിച്ച് പറയുമ്പോൾ, യാത്രയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അവിടെ പറ്റിയ അബദ്ധങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി ഒരു ലോഡ് ആളുകളുണ്ടാവും. മീൻസ് അങ്ങനെ ഇതൊക്കെ ഉണ്ടാവും. അത് ഇല്ലയെന്നല്ല, അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ അവയറായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. ബേസിക്കലി നമ്മൾ എന്താ പറയുക, യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ നമ്മളുടെ റഷ് ലൈഫിൽ നിന്ന് ഒന്ന് സ്ട്രെസ് റിലീഫ് ആവാനും റിഫ്രഷ് ആവാനും ഒക്കെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ അതിനെ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എൻജോയ് ചെയ്ത് പോകുമ്പോൾ എന്താ പറയുക, അതുവരെ നമ്മളുടെ ലൈഫിൽ നമ്മളുണ്ടാക്കിയ കുറേ സാധനങ്ങൾക്ക് തിരിച്ചറിവോടുകൂടിയും മൊത്തത്തിലൊരു റിഫ്രഷ്മെൻ്റ് എടുത്ത് പോകാനൊക്കെ പറ്റും. അപ്പോൾ ആ രീതിയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അത് സ്വീറ്റ് ലേക്കിനെ കുറിച്ചും അവിടെയുള്ള മഡ് ബാത്തിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. ജാനകി ആക്ച്വലി ഫസ്റ്റ് ടൈം വന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ജാനകീനെ ഞാൻ ഇവിടെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഓരോ സ്ഥലത്തും ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയും പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവർക്ക് തനിയെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല രീതിയിൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരുടെ സുഹൃത്തുക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ വീഡിയോസിൽ പറയുമ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് കൂടുതലും ഈ പറഞ്ഞ പോലെ ഇവരല്ലേ സ്ത്രീകൾ അങ്ങനെ വന്നു പോകുന്നത് കുറവായതുകൊണ്ടും അവർക്ക് ആ ഒരു ഒറ്റയ്ക്കുള്ള യാത്രകൾ ഇല്ലാത്തതുകൊണ്ടും ഈ പറഞ്ഞ പോലെ ഗോവ എന്നൊക്കെ പറയുന്നത് എന്ത് വലിയ ടാബുമായിട്ട് നിൽക്കുന്നതൊക്കെ മാറേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാനിത് അങ്ങനെ തന്നെ പറയാറുണ്ട്, സ്ത്രീകളോട് തന്നെ പറയാറ്. അപ്പോൾ ഓരോ യാത്രയിലും ഈ പറഞ്ഞ പോലെ ആരെങ്കിലും കൂടാനും എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം
എന്തായാലും ഞാനെനിക്ക് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ, കണ്ടതിലൊക്കെ ഹാപ്പിയാണ് ഞാനെങ്കിൽ. ഇനി പോണതിന് മുന്നേ മഡ് ബാത്തൊക്കെ എടുത്തിട്ടേ പോകുന്നുള്ളൂ അല്ലേ? ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയാണ് നോർമലി ഞാൻ ഇവിടെ ഷൂട്ട് ഇത് ചെയ്യുക. രാവിലെ വന്ന് ഷൂട്ട് ചെയ്യാറുണ്ട് കൂടുതലും. അതൊരു 8-9 മണിയോടെ നിർത്തും, കാരണം അത് കഴിഞ്ഞ് വെയിൽ കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സൺ ബാത്തൊക്കെ എടുത്ത് ദെൻ എന്താ പറയുക ബീച്ച് ബാത്തും എടുത്തിട്ട് ഇരിക്കേണ്ടത്. പിന്നെ വൈകിട്ട് നേരം അത് കഴിഞ്ഞ് ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു 3 മണി ആ ടൈമിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പോയിട്ട് മഡ് ബാത്തൊക്കെ എടുക്കേണ്ടത്. അത് നല്ലൊരു നൈസ് ഇതായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാനകി ഇപ്പോൾ മഡ് ബാത്ത് എടുത്തിട്ടില്ല. ജാനകിനെ മഡ് ബാത്ത് എടുക്കാൻ വേണ്ടി ഞാൻ അടുത്ത ദിവസമാണ് കൊണ്ടുപോകുന്നത്. സ്വീറ്റ് ലേക്കിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതും ജാനകിക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇപ്പോൾ സൺ ബാത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ആളുകൾ ചോദിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമ്മുടെ ബോഡിക്ക് അത് ആവശ്യമില്ലല്ലോ. അങ്ങനെയല്ല, നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് ഒന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എന്താ പറയുക സൺബേൺ അടിക്കുന്ന അവസ്ഥയാണ്. കാരണം ബോഡി ഹീറ്റ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം നമ്മളുടെ ശരീരത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ശരിക്കും നമ്മൾ ഈ സൺ ബാത്ത് എടുക്കേണ്ടതുണ്ട്. അത് പ്രത്യേകിച്ച് മോർണിംഗ് ഈവനിങ് സമയങ്ങളിലൊക്കെ ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ബീച്ചിലാകുമ്പോഴത്തേക്കും നല്ല വെയിലായതുകൊണ്ടാണ് ആ ഒരു ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് നമ്മളുടെ ഡിസീസസിനും കാരണം, പ്രത്യേകിച്ച് ഈ ഡിപ്രഷൻ പോലെയുള്ളതൊക്കെ ഇത് ഏകദേശം ഒരു മൂല കാരണമൊക്കെ ഇങ്ങനെ ബോഡിയുടെ ഹീറ്റ് റെസിസ്റ്റൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിനെ ഭയങ്കരമായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ മണ്ണിലൊന്നും ഇറങ്ങി നടക്കുന്നില്ല. എവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ മുറ്റം കാര്യങ്ങളെല്ലാം മുറ്റമൊക്കെ ടൈലായി എന്ന അവസ്ഥ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മണ്ണിൽ ഇറങ്ങി നടക്കുന്നില്ല. നമ്മുടെ എന്താ പറയുക എർത്തിങ് എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു ബീച്ചിലൂടെ നടക്കുക എന്നുള്ളതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ബേസിക്കലി ഇതെല്ലാം നമ്മുടെ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആവുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമുക്കിതെല്ലാം ആവശ്യമാണ്. സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അറിവിലുള്ള എന്താ പറയുക സൺ ബാത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. കാരണം അറിവുകൾ എന്താ പറയുക ഷെയർ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഇൻക്രീസ് ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ ഞാനും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.